നമസ്കാരം സുഹൃത്തുക്കളെ, RRB ടെക്നീഷ്യൻ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ശരീരത്തിലൊരു കിടിലൻ ഡെലിവറി സർവീസ് ഉണ്ട് നാനത്തെ. ഒരു നിമിഷം ആ സർവീസ് നിലച്ചുപോയാൽ നമ്മുടെ ജീവിതം തന്നെ അവിടെ തീരും. അതാണ് രക്തചംക്രമണ വ്യവസ്ഥ അഥവാ സർക്കുലേറ്ററി സിസ്റ്റം. ജനറൽ സയൻസിലെ ഈ ഒരു ടോപ്പിക്ക് മാത്രം നന്നായി മനസ്സിലാക്കിയാൽ ഉറപ്പായും കുറച്ചു മാർക്കങ്ങൾ നിങ്ങളുടെ പോക്കറ്റിൽ വീഴും. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഒന്ന് ആലോചിച്ചു നോക്കിയേ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ പോഷകങ്ങളും നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജനും എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലെ കോടാനുകോടി കോശങ്ങളിലേക്ക് ഓരോ സെക്കൻഡിലും മുടങ്ങാതെ എത്തുന്നത്? ആ ഒരു അത്ഭുത ഡെലിവറി സിസ്റ്റത്തിന്റെ രഹസ്യമാണ് നമ്മളിന്ന് പൊളിച്ചെടുക്കാൻ പോകുന്നത്. ഈ ഒരു യാത്ര തുടങ്ങുന്നതിനു മുൻപ് ഒരു ചെറിയ കാര്യം. ഈ റെയിൽവേ പരീക്ഷ പാസ്സാവുക എന്നത് നിങ്ങളുടെ ഒരു വലിയ ലക്ഷ്യമാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഈ സിലബസ് മുഴുവനും കവർ ചെയ്യാം. അതിനായിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. ഒരു ടോപ്പിക്ക് പോലും വിട്ടുപോകാതെ നമ്മൾ ഒരുമിച്ച് പഠിച്ച് മുന്നോട്ടു പോകും. പിന്നെ ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ സാധാരണ ടെക്സ്റ്റ് ബുക്കുകൾ മാത്രമല്ല ഉപയോഗിക്കുന്നത്. പകരം വളരെ പവർഫുള്ളായ ഒരു AI പ്ലാറ്റ്ഫോമിന്റെ സഹായത്തോടെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ AI ഉപയോഗിച്ച് സയൻസിലെ ഏറ്റവും സങ്കീർണമായ ചിത്രങ്ങളെയും ആശയങ്ങളെയും നിങ്ങൾക്കൊരിക്കലും മറക്കാനാവാത്ത ലളിതമായ കഥകളാക്കി മാറ്റാൻ എനിക്ക് പറ്റും. അതുകൊണ്ട് പഠനം ഇനിയൊരു ടെൻഷനേ അല്ല, നല്ല രസകരമായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റൂട്ട് മാപ്പ്. ആദ്യം നമ്മൾ ഈ സിസ്റ്റത്തിനൊരു ആമുഖം കൊടുക്കും. പിന്നെ രക്തം എന്ന ഡെലിവറി വണ്ടിയെപ്പറ്റിയും ഹൃദയം എന്ന പമ്പിംഗ് സ്റ്റേഷനെപ്പറ്റിയും പഠിക്കും. അത് കഴിഞ്ഞ് രക്തക്കുഴലുകൾ എന്ന ഹൈവേകളെക്കുറിച്ചും ബ്ലഡ് ഗ്രൂപ്പുകൾ എന്ന ട്രാഫിക് നിയമങ്ങളെക്കുറിച്ചും മനസ്സിലാക്കും. അവസാനം പരീക്ഷയിൽ വന്ന കുറച്ച് ചോദ്യങ്ങൾ വെച്ച് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യും. റെഡിയല്ലേ? ശരി, അപ്പം നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. രക്തചംക്രമണ വ്യവസ്ഥയെ നമ്മുടെ ശരീരത്തിലെ ജീവന്റെ നദി എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണങ്ങനെ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് ഈ സർക്കുലേറ്ററി സിസ്റ്റം? സിംപിളായി പറഞ്ഞാൽ ഇത് നമ്മുടെ ശരീരത്തിലെ ഒരു ട്രാൻസ്പോർട്ട് നെറ്റ്വർക്കാണ്. ഓക്സിജൻ, പോഷകങ്ങൾ, ഹോർമോണുകൾ, ഇങ്ങനെയുള്ള നല്ല സാധനങ്ങളെല്ലാം എല്ലാ കോശങ്ങളിലും എത്തിക്കുക. എന്നിട്ട് അവിടുന്ന് വേസ്റ്റ് സാധനങ്ങളെല്ലാം പെറുക്കിക്കൊണ്ടുപോരുക. ഇതാണ് ഇതിന്റെ പ്രധാന ജോലി. ശരിക്കും ഒരു ഓൺലൈൻ ഡെലിവറി സർവീസ് പോലെ തന്നെ, പക്ഷെ അതിലും എത്രയോ മടങ്ങ് കാര്യക്ഷമവും പവർഫുള്ളുമാണ് ഈ സിസ്റ്റം. ഈ ഡെലിവറി സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഹനം, അതായത് ഡെലിവറി വെഹിക്കിൾ, എന്താണെന്ന് നമുക്ക് നോക്കാം. അത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം രക്തമാണ്. നമ്മുടെ രക്തം കാണാൻ ഒറ്റ ദ്രാവകം പോലെ തോന്നുമെങ്കിലും അതിന് പ്രധാനമായും 2 ഭാഗങ്ങളുണ്ട്. 55% പ്ലാസ്മ എന്ന ഒരു ദ്രാവക ഭാഗവും ബാക്കി 45% രക്തകോശങ്ങൾ അഥവാ ഫോംഡ് എലമെന്റ്സുമാണ്. ഈ പ്ലാസ്മയാണ് രക്തത്തിന് അതിന്റെ ആ ഒരു ഒഴുക്ക് കൊടുക്കുന്നത്. ഇനി ഈ ഡീറ്റെയിൽഡ് മാപ്പിലേക്കൊന്ന് നോക്കിക്കേ. രക്തത്തിലെ പ്രധാന ഘടകങ്ങളെല്ലാം ഇതിലുണ്ട്. ഒരു സൈഡിൽ പ്ലാസ്മ, അതിൽ കൂടുതലും വെള്ളവും പ്രോട്ടീനുകളുമാണ്. മറുഭാഗത്ത് ഫോംഡ് എലമെന്റ്സ്. ഇവിടെയാണ് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരുന്നത്. പ്രധാനമായും 3 തരം കോശങ്ങൾ ശ്രദ്ധിക്കുക. 1 റെഡ് ബ്ലഡ് സെൽസ്, അതായത് ചുവന്ന രക്താണുക്കൾ. 2 വൈറ്റ് ബ്ലഡ് സെൽസ്, വെളുത്ത രക്താണുക്കൾ. 3 പ്ലേറ്റ്ലെറ്റ്സ്. ഇതിൽ ഈ വൈറ്റ് ബ്ലഡ് സെൽസിനെ വീണ്ടും ഗ്രാനുലോസൈറ്റ്സ്, ആഗ്രാനുലോസൈറ്റ്സ് എന്നൊക്കെ തിരിച്ചിട്ടുണ്ട്. ഓരോന്നിനും ഓരോ പ്രത്യേക ജോലിയുണ്ട്. അത് നമുക്ക് അടുത്തതായിട്ട് പഠിക്കാം. പരീക്ഷയ്ക്ക് വേണ്ടി ഉറപ്പായും ഓർത്തിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ് നോക്കാം. രക്തം ഒരു ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിൽ ഏകദേശം 5 മുതൽ 6 ലിറ്റർ വരെ രക്തമുണ്ടാകും. ഇനി പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. രക്തത്തിന്റെ pH മൂല്യം 7.4 ആണ്. അതായത് ഇത് ചെറുതായൊരു ആൽക്കലൈൻ സ്വഭാവം കാണിക്കും. ഈ നമ്പർ 7.4 മനസ്സിലങ്ങ് ഉറപ്പിച്ചോ. ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് ആ 3 കോശങ്ങളെയും അവയുടെ ജോലിയും ഒന്ന് പരിചയപ്പെടാം. ഈ ടേബിൾ ശ്രദ്ധിച്ചേ. ആദ്യത്തേത് റെഡ് ബ്ലഡ് സെൽസ്. അതിന്റെ സയന്റിഫിക് പേരാണ് ഇറിത്രോസൈറ്റ്സ്. ഇവയുടെ പ്രധാന ജോലി ഓക്സിജൻ എത്തിക്കുക എന്നതാണ്. രണ്ടാമത്തേത് വൈറ്റ് ബ്ലഡ് സെൽസ്. സയന്റിഫിക് പേര് ല്യൂക്കോസൈറ്റ്സ്. ഇവരാണ് നമ്മുടെ ശരീരത്തിലെ പട്ടാളക്കാർ. രോഗാണുക്കൾ വരുമ്പോൾ അവരോട് പോരാടുന്നത് ഇവരാണ്. മൂന്നാമതായി പ്ലേറ്റ്ലെറ്റ്സ്. സയന്റിഫിക് പേര് ത്രോംബോസൈറ്റ്സ്. നമുക്ക് മുറിവുണ്ടാകുമ്പോൾ വിറ്റമിൻ കെയുടെ സഹായത്തോടെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നത് ഇവരാണ്. ഈ 3 പേരുകളും അവയുടെ ജോലികളും നിർബന്ധമായും പഠിച്ചിരിക്കണം. ഒരു കിടിലൻ എക്സാം അലേർട്ട്. സാധാരണയായി സസ്തനികളുടെ, അതായത് മാമൽസിന്റെ ചുവന്ന രക്താണുക്കൾക്ക് ന്യൂക്ലിയസ് ഉണ്ടാകില്ല. എന്തിനാണെന്നറിയാമോ? കൂടുതൽ ഓക്സിജൻ കൊണ്ടുപോകാൻ വേണ്ടി അതിനകത്ത് സ്ഥലമുണ്ടാക്കാനാണ്. എന്നാൽ ഇതിന് 2 അപവാദങ്ങളുണ്ട്, അതായത് എക്സെപ്ഷൻസ്.
ഒന്ന് ഒട്ടകം, ക്യാമൽ, പിന്നെ ലാമ. ഇവരുടെ ആർബിസികളിൽ ന്യൂക്ലിയസ് കാണാം. പരീക്ഷകളിൽ നമ്മളെ കൺഫ്യൂഷനാക്കാൻ ചോദിക്കുന്ന ഒരു സ്ഥിരം ചോദ്യമാണിത്, ഓർത്തുവെച്ചോ? ഓക്കെ, അപ്പൊ നമ്മൾ ഡെലിവറി വാഹനത്തെക്കുറിച്ച് പഠിച്ചു. ഇനി ആ വാഹനത്തെ ശരീരം മുഴുവൻ ഓടിക്കുന്ന ആ പവർഫുൾ പമ്പിംഗ് സ്റ്റേഷനിലേക്ക് പോകാം. അതെ, നമ്മുടെ ഹൃദയം. ഇതാണ് മനുഷ്യഹൃദയത്തിന്റെ ഒരു ഘടന. ആദ്യമായി കാണുമ്പോൾ ഇതിലൊരുപാട് ഭാഗങ്ങളുള്ളതുകൊണ്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി തോന്നാം, അല്ലേ? പക്ഷെ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇതിലൂടെ രക്തമൊഴുകുന്ന വഴി കൃത്യമായി മനസ്സിലാക്കിയാൽ ഓരോ ഭാഗവും നമുക്ക് എളുപ്പത്തിൽ പഠിക്കാം. അടുത്തതായി ആ വഴിയാണ് നമ്മൾ പിന്തുടരാൻ പോകുന്നത്. ഹൃദയത്തിന്റെ ബേസിക് സ്ട്രക്ചർ വളരെ സിമ്പിളാണ്. ഇതിനെ സംരക്ഷിക്കുന്ന ഒരു കവറിംഗ് ഉണ്ട്, അതിന്റെ പേരാണ് പെരികാർഡിയം. ഹൃദയത്തിന് മൊത്തം 4 അറകളുണ്ട്, 4 ചേമ്പേഴ്സ്. മുകളിലുള്ള 2 അറകളെ ആട്രിയ എന്നും താഴെയുള്ള 2 എണ്ണത്തിനെ വെൻട്രിക്കിൾസ് എന്നും പറയുന്നു. ആട്രിയ രക്തം സ്വീകരിക്കുന്ന ജോലിയാണ് ചെയ്യുന്നത്, എന്നാൽ വെൻട്രിക്കിൾസ് രക്തത്തെ പുറത്തേക്ക് ശക്തിയായി പമ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വെൻട്രിക്കിൾസിന്റെ ഭിത്തികൾക്കെപ്പോഴും നല്ല കട്ടിയായിരിക്കും. ഇനി രക്തത്തിന്റെ യാത്ര സ്റ്റെപ്പായി ശ്രദ്ധിച്ചു കേൾക്കണം. ഇതിനെ ഡബിൾ സർക്യുലേഷൻ എന്നു പറയും. സ്റ്റെപ്പ് 1, ശരീരത്തിലെ ഓക്സിജൻ കുറഞ്ഞ, അതായത് അശുദ്ധ രക്തം റൈറ്റ് ഏട്രിയമിലെത്തുന്നു. അവിടെ നിന്ന് അത് സ്റ്റെപ്പ് 2 നേരെ താഴെയുള്ള റൈറ്റ് വെൻട്രിക്കിളിലേക്ക് പോകുന്നു. സ്റ്റെപ്പ് 3, റൈറ്റ് വെൻട്രിക്കിൾ ഈ രക്തത്തെ പൾമണറി ആർട്ടറി വഴി ശ്വാസകോശത്തിലേക്ക് പമ്പ് ചെയ്യും, ഓക്സിജൻ നിറയ്ക്കാൻ വേണ്ടി. സ്റ്റെപ്പ് 4, ശ്വാസകോശത്തിൽ വെച്ച് ഓക്സിജൻ കിട്ടി ശുദ്ധമായ രക്തം പൾമണറി വെയിൻ വഴി ഹൃദയത്തിന്റെ ലെഫ്റ്റ് ഏട്രിയമിൽ തിരിച്ചെത്തും. സ്റ്റെപ്പ് 5, അവിടെ നിന്ന് അത് നേരെ താഴെയുള്ള ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്കും. അവസാനമായി സ്റ്റെപ്പ് 6, ലെഫ്റ്റ് വെൻട്രിക്കിൾ ആ ശുദ്ധരക്തത്തെ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനിയായ എയോട്ട വഴി ശരീരം മുഴുവനും പമ്പ് ചെയ്യുന്നു. ഈ ഒരു സൈക്കിൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. വീണ്ടും ഒരു എക്സാം അലേർട്ട്. ഇവിടെയാണ് ഒരുപാട് പേർക്ക് തെറ്റുപറ്റുന്നൊരു ഭാഗം. സാധാരണയായി ആർട്ടറീസ് ശുദ്ധരക്തവും വെയിൻസ് അശുദ്ധരക്തവുമാണ് കൊണ്ടുപോകുന്നത്, അല്ലേ? എന്നാൽ ഇവിടെ 2 പ്രധാനപ്പെട്ട അപവാദങ്ങളുണ്ട്. പൾമനറി ആർട്ടറി, പേരിൽ ആർട്ടറി എന്നുണ്ടെങ്കിലും ഇത് ഹൃദയത്തിൽ നിന്ന് ശ്വാസകോശത്തിലേക്ക് അശുദ്ധരക്തമാണ് കൊണ്ടുപോകുന്നത്. അതുപോലെ പൾമനറി വെയിൻ, പേരിൽ വെയിൻ എന്നുണ്ടെങ്കിലും ഇത് ശ്വാസകോശത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് ശുദ്ധരക്തമാണ് കൊണ്ടുവരുന്നത്. ഈ 2 പോയിന്റും പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്നതാണ്, മാറിപ്പോകരുത്. നമ്മുടെ ഹൃദയം എങ്ങനെയാണ് ആരും പറയാതെ തന്നെ തനിയെ മിടിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിന് കാരണം SA നോഡ്, അതായത് സൈനോ ഏട്രിയൽ നോഡാണ്. ഇത് വലത് ഏട്രിയത്തിൽ, റൈറ്റ് ഏട്രിയത്തിൽ ഇരിക്കുന്ന ഒരു ചെറിയ ഭാഗമാണ്. ഓരോ ഹൃദയമിടിപ്പിനും വേണ്ട ഇലക്ട്രിക്കൽ സിഗ്നലുകൾ ഉണ്ടാക്കുന്നത് ഈ നോഡാണ്. അതുകൊണ്ടാണ് ഇതിനെ ഹൃദയത്തിന്റെ നാച്ചുറൽ പേസ് മേക്കർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഹൃദയം എന്ന പമ്പിംഗ് സ്റ്റേഷനിൽ നിന്ന് രക്തം ശരീരം മുഴുവൻ സഞ്ചരിക്കുന്നത് ചില പാതകളിലൂടെയാണ്. ഈ പാതകളെയാണ് നമ്മൾ രക്തക്കുഴലുകൾ എന്ന് വിളിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഹൈവേകൾ. നമ്മുടെ പ്രധാന ഹൈവേകൾ 2 തരമുണ്ട്, ആർട്ടറീസും വെയിൻസും. ഇവ തമ്മിലുള്ള വ്യത്യാസം പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആർട്ടറീസ് എപ്പോഴും രക്തത്തെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക്, അതായത് എവേ ഫ്രം ദ ഹാർട്ട്, കൊണ്ടുപോകുന്നു. ഹൃദയം ശക്തിയായി പമ്പ് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു പ്രഷർ താങ്ങാൻ ഇവയുടെ ഭിത്തികൾക്ക് നല്ല കട്ടിയും ഇലാസ്റ്റിസിറ്റിയും ഉണ്ടാകും. എന്നാൽ വെയിൻസ് രക്തത്തെ ഹൃദയത്തിലേക്ക് തിരികെ ടുവേർഡ്സ് ദ ഹാർട്ട് കൊണ്ടുവരുന്നു. ഇവയിൽ പ്രഷർ കുറവായതുകൊണ്ട് ഭിത്തികൾക്ക് കനം കുറവാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം ഇതാണ്. വെയിൻസിന്റെ ഉള്ളിൽ വാൽവുകളുണ്ട്, അതായത് വാൽവ്സ്. രക്തം പിന്നോട്ടൊഴുകി പോകാതെ നോക്കുന്ന ഒരു 1-വേ ട്രാഫിക് സിസ്റ്റം പോലെയാണിത്. നമ്മുടെ ശരീരത്തിലെ ഈ ഹൈവേകളിലൂടെ രക്തം സഞ്ചരിക്കുമ്പോൾ ചില ട്രാഫിക് നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ആ നിയമങ്ങളാണ് ബ്ലഡ് ഗ്രൂപ്പുകൾ. എല്ലാവർക്കും അങ്ങോട്ടുമിങ്ങോട്ടും രക്തം കൊടുക്കാനും വാങ്ങാനുമൊന്നും പറ്റില്ല. ഈ ചാർട്ട് നോക്കിയാൽ ആ ട്രാഫിക് നിയമങ്ങൾ നമുക്ക് ക്ലിയറാകും. ആരാണ് ദാതാവ്, അതായത് ഡോണർ, ആരാണ് സ്വീകർത്താവ്, അതായത് റെസിപ്പിയന്റ് എന്നൊക്കെ നോക്കിക്കേ. ഉദാഹരണത്തിന് O- ഗ്രൂപ്പിൽ നിന്ന് എല്ലാ ഗ്രൂപ്പിലേക്കും ആരോ പോകുന്നത് കാണാം. അതേസമയം AB+ പോസിറ്റീവ് ഗ്രൂപ്പിലേക്ക് എല്ലാ ഗ്രൂപ്പിൽ നിന്നും ആരോ വരുന്നതും കാണാം. എന്തുകൊണ്ടാണ് ഈ നിയമങ്ങൾ ഇങ്ങനെയായത്? നമുക്ക് നോക്കാം.
രക്തദാനത്തിലെ 2 വിഐപികളെ നമുക്ക് പരിചയപ്പെടാം. O നെഗറ്റീവ് O മൈനസ് ഗ്രൂപ്പിനെയാണ് നമ്മൾ സാർവത്രിക ദാതാവ് അഥവാ യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയുന്നത്. കാരണം O നെഗറ്റീവ് രക്തകോശങ്ങളുടെ മുകളിൽ ആന്റിജൻസ് ഇല്ല, അതുകൊണ്ട് ആർക്ക് കൊടുത്താലും പ്രശ്നമില്ല. അതുപോലെ AB പോസിറ്റീവ് AB പ്ലസ് ഗ്രൂപ്പിനെ സാർവത്രിക സ്വീകർത്താവ് അഥവാ യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്ന് പറയുന്നു. കാരണം ഇവരുടെ പ്ലാസ്മയിൽ ആന്റിബോഡികളില്ല, അതുകൊണ്ട് ഏത് ഗ്രൂപ്പിൽ നിന്നും ഇവർക്ക് രക്തം സ്വീകരിക്കാൻ പറ്റും. ശരി, അപ്പൊ നമ്മള് തിയറി ഭാഗങ്ങളെല്ലാം അടിപൊളിയായി പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾ എത്രത്തോളം കാര്യങ്ങൾ മനസ്സിലാക്കിയെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്താലോ? കഴിഞ്ഞ വർഷങ്ങളിലെ പരീക്ഷകളിൽ നിന്നെടുത്ത കുറച്ച് ചോദ്യങ്ങൾ ഞാൻ തരാം. ഉത്തരം കണ്ടുപിടിക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഓക്കേ, ആദ്യത്തെ ചോദ്യം. മനുഷ്യരക്തത്തിന്റെ pH മൂല്യം എത്രയാണ്? ഓപ്ഷൻസ് നോക്കിക്കോ. A 6.4, B 7.4, C 8.4, D 5.4. നമ്മളിത് പ്രത്യേകം ഓർക്കാൻ പറഞ്ഞിരുന്ന ഒരു നമ്പറാണ്. അതെ, ശരിയുത്തരം ഓപ്ഷൻ ബി 7.4 ആണ്. ഞാൻ പറഞ്ഞിരുന്നു, രക്തം ചെറുതായി ക്ഷാരാവസ്ഥയിലാണ്, അതായത് സ്ലൈറ്റ്ലി ആൽക്കലൈൻ. ഈ നമ്പർ ഒരു കാരണവശാലും മറക്കരുത്. അടുത്ത ചോദ്യം. ശ്വാസകോശത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് ഓക്സിജൻ നിറഞ്ഞ ശുദ്ധരക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴൽ ഏതാണ്? ഓപ്ഷൻസ് ഇതാ. എ പൾമനറി ആർട്ടറി, ബി അയോർട്ട, സി വിനകാവ, ഡി പൾമനറി വെയിൻ. ഓർമ്മയുണ്ടല്ലോ, ഇതൊരു എക്സെപ്ഷൻ വരുന്ന ചോദ്യമാണ്. ഉത്തരം ഓപ്ഷൻ ഡി പൾമണറി വെയിനാണ്. ഓർക്കുക, സാധാരണ വെയിൻസ് അശുദ്ധരക്തം കൊണ്ടുപോകുമ്പോൾ പൾമണറി വെയിൻ മാത്രം ശുദ്ധരക്തം ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നു. അതാണ് ആ പ്രധാനപ്പെട്ട അപവാദം. മൂന്നാമത്തെ ചോദ്യം. ഹൃദയത്തിന്റെ പേസ് മേക്കർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നിങ്ങളുടെ ഓപ്ഷൻസ്: എ റൈറ്റ് വെൻട്രിക്കിൾ, ബി ലെഫ്റ്റ് ഓറിക്കിൾ, സി റൈറ്റ് ഓറിക്കിൾ, ഡി ലെഫ്റ്റ് വെൻട്രിക്കിൾ. ശരിയുത്തരം ഓപ്ഷൻ സി റൈറ്റ് ഓറിക്കിൾ അഥവാ വലതേട്രിയം. നോടിരിക്കുന്നത് ഇവിടെയാണെന്ന് നമ്മൾ പഠിച്ചതാണല്ലേ? കൊള്ളാം, നിങ്ങൾ നന്നായി തന്നെ ശ്രദ്ധിച്ച് പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുകയാണ്. പക്ഷേ നിങ്ങളുടെ പഠനം ഇവിടെ തീരുന്നില്ല. കൂടുതൽ പ്രാക്ടീസ് ചെയ്യാനും സംശയങ്ങൾ തീർക്കാനും നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ക്വിസുകൾ, കേട്ടുകൊണ്ട് തന്നെ കാര്യങ്ങൾ പഠിക്കാൻ ക്രിയേറ്റീവ് ഓഡിയോ നോട്ടുകൾ, പിന്നെ സംശയങ്ങൾ ചോദിക്കാനുള്ള ലൈവ് സെഷനുകളൊക്കെ കിട്ടും. പഠിക്കുമ്പോൾ എന്ത് സംശയം വന്നാലും ഒറ്റയ്ക്കിരുന്ന് തലപുകയ്ക്കേണ്ട. എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ചോദിക്കാം. സഹായിക്കാൻ ഞാനും നിങ്ങളെപ്പോലെ പഠിക്കുന്ന മറ്റു കൂട്ടുകാരും അവിടെയുണ്ടാവും. RRB JE NTPC ഗ്രൂപ്പ് ഡി ടെക്നീഷ്യൻ അങ്ങനെ എല്ലാ റെയിൽവേ പരീക്ഷകൾക്കും വേണ്ടിയുള്ള ക്ലാസുകൾ ഉടൻ തന്നെ വരുന്നുണ്ട്. അതും നിങ്ങൾക്കാവശ്യമുള്ള എല്ലാ ഭാഷകളിലും. അതുകൊണ്ട് ഒരു ക്ലാസും മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് അമർത്തിയേക്കുക. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക് തരണം. നിങ്ങളുടെ കൂടെ പഠിക്കുന്ന കൂട്ടുകാർക്ക് കൂടിയത് ഷെയർ ചെയ്തു കൊടുക്കുക. നിങ്ങളുടെ തയ്യാറെടുപ്പ് തുടരാനായിട്ട് അടുത്ത വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.